കോംപ്ലക്സ് ഉണ്ടാക്കിയെടുത്ത് എനിക്ക് നിൽക്കണം, ഞാൻ എന്തിനാണ് വന്നത്, ഞാൻ കളിക്കാനാണ് വന്നത്, ഇന്നതാണ് എനിക്ക് വേണ്ടുന്നത്, ഞാനിവിടെ ഇത്ര നാൾ. ബിഗ് ബോസ് വീട്ടിലെ കരുത്തരായ ജാസ്മിനും സിജോയും തമ്മിൽ ഏറ്റുമുട്ടി. എവിക്ഷൻ നോമിനേഷന് ശേഷം നടന്ന അഗ്നിപരീക്ഷ ടാസ്കിനിടെയായിരുന്നു സംഭവം. നോമിനേഷനിലുള്ളവർക്ക് തങ്ങളുടെ ഭാഗം പറയാനുള്ളതും മറ്റുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതുമായിരുന്നു ഈ ടാസ്ക്. എന്നാൽ താരങ്ങൾ ഓരോരുത്തരായി വന്ന് തങ്ങൾ എന്തുകൊണ്ടാണ് ഷോയിൽ തുടരാൻ അർഹരാണെന്ന് പറയുന്നതിനിടെ ജാസ്മിൻ്റെ ചാൻസും എത്തി. ഇതിനിടെയാണ് സിജോ ഗബ്രിയുടെ കാര്യം എടുത്തിട്ടത്. നിങ്ങളുടെ അൺഡിഫൈൻഡ് ആയിട്ടുള്ള സൗഹൃദത്തിൽ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് 60 ദിവസം നിങ്ങൾ നിന്നു. അന്ന് ജാസ്മിൻ പറഞ്ഞത് ഈ മാലയും ഫോട്ടോയും വീട്ടുകാർ വന്നാൽ എടുത്തുകൊണ്ട് പോകില്ല എന്നായിരുന്നു. ജാസ്മിൻ്റെ ഉപ്പയും വന്നു, ആ ഫോട്ടോയും മാലയും എടുത്തു കളഞ്ഞു. സോ ജാസ്മിൻ കളിച്ച ആ ഗെയിമിൽ വീട്ടുകാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ കുറ്റബോധമുണ്ടോ എന്നായിരുന്നു സിജോ ജാസ്മിനോട് ചോദിച്ചത്. എന്നാൽ കുറ്റബോധം എനിക്ക് തോന്നുന്നില്ല എന്ന് ജാസ്മിൻ്റെ മറുപടിയും വന്നു. അതോടെ വീണ്ടും ജാസ്മിനും സിജോയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അത് ശ്രീധു സംസാരിക്കുന്നതിനിടെയായിരുന്നു. ശ്രീധുവിൻ്റെ സംഭാവന എന്തെന്ന് സിജോ ചോദിച്ചപ്പോഴാണ് ജാസ്മിൻ കയറി ഇടപെട്ടത്. സിജോയുടെ സംഭാവന എന്ത് പോയിട്ട് പോരാളിയായി തിരികെ വന്നതോ എന്നായിരുന്നു ജാസ്മിൻ ചോദിച്ചത്. ടാസ്കിൻ്റെ സമയം കഴിഞ്ഞ് സിജോയും ജാസ്മിനും വഴക്ക് തുടർന്നു. നീ കൊടുത്ത സംഭാവന എന്തെന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ നീ വീട്ടുകാർക്ക് കൊടുത്ത പോലെയുള്ള സംഭാവന കൊടുക്കാതിരുന്നാൽ മതി എന്നായിരുന്നു സിജോ പറഞ്ഞത്. കൂടാതെ ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മയും ഒക്കെ സിജോ എടുത്തിടുന്നുണ്ട്. എന്തായാലും ജാസ്മിൻ നല്ല രീതിയിൽ ട്രിഗർ ആയിട്ടുണ്ട്. സീസൺ 6 നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയും ആരാകും സീസൺ 6 കപ്പ് കൊണ്ടുപോവുക എന്നൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞേക്കണേ. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.